ആ കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നു. നിങ്ങളല്ല, ഞാനാണ് കാത്തിരിക്കുന്നത്. കാലത്ത് 10 മണി തൊട്ട് കാത്തിരിക്കണമെന്നാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ പൊളിക്കല്ലേ? പൊളിക്കല്ലേ? നിങ്ങൾ വേറെ റേഞ്ചാന്നുള്ളത് മറ്റേ ബായി ഇവിടെ പാട്ട് പാടിയപ്പോൾ നിങ്ങൾ തെളിയിച്ചു. അപ്പോൾ പാട്ട് കേൾക്കുന്ന അത്ര സുഖം ഉണ്ടാവില്ല ക്ലാസ് കേൾക്കാൻ. ക്ലാസ് ഇഷ്ടമാണോ? ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾക്ക് ക്ലാസ്സുകളുടെ ഒന്നും ആവശ്യമില്ല. രാവിലെ വരിക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്ത് ബിരിയാണി കഴിക്കുക, ഇങ്ങനെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കുക, കുറേ സെൽഫി എടുക്കുക, ടീച്ചർമാർക്ക് സമ്മാനം കൊടുക്കുക, എന്നിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് കുറേ സെൽഫിയൊക്കെ എടുത്ത് പിരിയുക. അതല്ലേ വേണ്ടത്? നമ്മൾ ആളുകൊള്ളാല. നിങ്ങളെ ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചതാണ്, ആ നടുക്കിരിക്കുന്ന ആൾ. കാരണം എന്താ അറിയോ? ശ്വേത മേനോൻ ഇവിടെ വന്നിരുന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞപ്പോൾ ഈ മേഡം അവിടെ ഇരുന്ന് പറയണ്ടായിരുന്നു, സത്യം. നിങ്ങളങ്ങനെ പറഞ്ഞിരുന്നോ? നിങ്ങളങ്ങനെ പറഞ്ഞിരുന്നോ? അപ്പൊ ഞാൻ നുണയനല്ല, ഞാൻ ഇതൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അപ്പോ ഇതില് എത്ര പേർക്ക്, ഞാൻ ഇവിടെ ഇരുന്നിട്ടിങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് ഞാനിപ്പോൾ സ്വീസിന്റെ കൂടെ ഉണ്ട്. അപ്പൊ സ്വീസിന്റെ കൂടെ വരുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് നുണകൾ കേൾക്കാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ആദ്യത്തെ നുണ പറയട്ടെ, വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നുണയല്ലേ? സത്യ? വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നവരൊക്കെ കൈവയ്ക്കേ. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മൾ പറയാൻ പറ്റുമോ? ഓക്കെ, വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തവരൊക്കെ കൈവയ്ക്കേ. രണ്ടിലും പൊക്കിയവരുണ്ടല്ലോ ചില